രൂപത അധ്യക്ഷന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വിവാദത്തിൽ വിരുന്നിനു പിന്നിൽ ബോർഡ് ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം. പുതിയ വിവാദത്തിൽ സ്ത്രീകളടക്കം നിരവധി വിശ്വാസികളും പൊതുപ്രവർത്തകരും രംഗത്ത്. രൂപത ആസ്ഥാനത്ത് രൂപതാ അധ്യക്ഷന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ഉന്നത ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വൻകിട ബിസിനസ്സുകാർക്കും ഒരുക്കിയ വിരുന്നിനെ ചൊല്ലി വിവാദം. വിരുന്നിനു പിന്നിൽ ബോർഡ് ചെയർമാൻ സ്ഥാനം ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം രംഗത്തെത്തി. എംപിമാർ, മന്ത്രിമാർ, എംഎൽഎമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബിഷപ്പിന് ഉപഹാരം നൽകുന്നതും വിരുന്നിൽ പങ്കെടുക്കുന്നതുമായ ദൃശ്യങ്ങൾ ബിഷപ്സ് ഹൌസ് പുറത്തുവിട്ടിരുന്നു. കോൺഗ്രസിന്റെ ഒരു പോഷക സംഘടനാ നേതാവിന് ബോർഡ് ചെയർമാൻ സ്ഥാനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു വിരുന്ന് സംഘടിപ്പിച്ചതെന്നാണ് ആരോപണം. സർക്കാർ തല കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന നേതാവിനെ രൂപതയുമായി അടുത്ത ബന്ധമുള്ളയാളായി അവതരിപ്പിക്കാനായിരുന്നു ശ്രമമെന്നും ആരോപണത്തിൽ പറയുന്നു. അതേസമയം വൻതുക ചിലവഴിച്ച് വിരുന്ന് സംഘടിപ്പിച്ചതിനെതിരെ വിശ്വാസികളിലെ ഒരു വിഭാഗവും പ്രതിഷേധവുമായി രംഗത്തെത്തി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയും ചികിത്സാ സഹായം ആവശ്യമായവരെയും അവഗണിച്ച് ആഡംബര വിരുന്നിന് പണം ചിലവഴിച്ചത് ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അവരുടെ വിമർശനം. വൈദിക ക്ഷേമ നിധിയിലേക്കുള്ള പിരിവ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ധൂർത്തിന് പണം നൽകേണ്ടെന്ന ആഹ്വാനവും ചില വിശ്വാസികൾ ഉയർത്തിയിട്ടുണ്ട്. അതേസമയം മുൻ താമരശ്ശേരി രൂപതാംഗവും പൊതുപ്രവർത്തകനുമായ ഫാദർ അജി പുതിയാപറമ്പിൽ വിരുന്ന് ധൂർത്തിനെതിരെ ശക്തമായ ഫേസ്ബുക്ക് പ്രതികരണവുമായി രംഗത്തു വന്നു. രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനം വർദ്ധിപ്പിക്കാനായി വ്യവസായികളും കോർപ്പറേറ്റ് ഭീമന്മാരും ചെയ്യുന്ന ബിസിനസ് ശീലങ്ങളല്ല ആത്മീയ നേതാക്കൾ മാതൃകയാക്കേണ്ടത്. ആഡംബരം കാണിച്ച് അതിഥികളെ സന്തോഷിപ്പിക്കാമെന്ന് മത നേതാക്കൾ കരുതുന്നത് തന്നെ തികഞ്ഞ മൗഢ്യവുമാണ്. ക്ഷണിതാക്കളിൽ പോലും അവമതിപ്പുണ്ടാക്കാനേ ഇത്തരം ഹൈ പ്രീമിയം ഇവന്റുകൾ ഇടയാക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും ഇത്തരം വിവേകരഹിതമായ നടപടികളിൽ നിന്നും പിന്തിരിയാനും ആഘോഷങ്ങളിൽ മിതത്വം പാലിക്കാനും ക്രൈസ്തവ മേലധ്യക്ഷന്മാർ ജാഗ്രത പാലിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിമർശിച്ചു. അതേസമയം രോഗികളും വൃദ്ധരുമായ രൂപതയിലെ വൈദികർക്കു വേണ്ടി വർഷാവർഷം രൂപതയിലെ ഇടവകാംഗങ്ങളിൽ നിന്ന് വൈദിക ക്ഷേമനിധി എന്ന പേരിൽ പണം പിരിക്കാറുണ്ട്. ഈ വർഷത്തെ ഫണ്ട് നൽകേണ്ട അവസാന ദിവസം അടുത്ത ഞായറാഴ്ചയാണ്. ഈ പണം ദുരുപയോഗം ചെയ്തതായും പിരിവിന് വന്നാൽ ചൂലെടുത്ത് അടിച്ചോടിക്കണമെന്ന ആഹ്വാനവുമായി വിശ്വാസികളായ സ്ത്രീകളടക്കം രംഗത്തിറങ്ങിയിട്ടുണ്ട്.